കെ.എസ്.ആർ.ടി.സി ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്കായി 600 കോടി രൂപ വകയിരുത്തിയിരിക്കുകയാണ് കേരളത്തിൻ്റെ UDF സർക്കാർ. സംസ്ഥാന ബജറ്റ് പുരോഗമിക്കുമ്പോൾ കൊക്കുലൊതുങ്ങുന്നത് മാത്രം കൊത്തിയെടുത്ത് പാവങ്ങളെ സംരക്ഷിക്കാൻ ഊന്നൽ നൽകുകയാണ് സർക്കാർ. അതിലേറ്റവും പ്രധാനപ്പെട്ടതായി സ്ത്രീകളുടെ സൗജന്യ യാത്രയും പരിഗണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സന്തോഷം. ബജറ്റ് പ്രസംഗത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പ്രിയദർശിനി പദ്ധതിയെക്കുറിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ വളരെ വ്യക്തമായി പരാമർശിച്ചിരുന്നു. കാരണം വെറും 4 ദിവസമായി കേരളത്തിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന വലിയ മാനസിക സന്തോഷം, അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ അനുഭവം കൂടിയാണ്. കേരളത്തിൽ ഇതിനെപ്പറ്റി നടന്ന കണക്കുകളനുസരിച്ച് വലിയ പണക്കാരായ സ്ത്രീകൾ വലിയൊരു വിഭാഗവും അങ്ങനെ ബസ്സിൽ സഞ്ചരിക്കുന്നത് കുറവാണ്. ഓഫീസുകളിലുള്ളവർ ഒട്ടുമിക്കവരും സ്വന്തം വാഹനങ്ങൾ ഉപയോഗിക്കുന്നു. എന്നാൽ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഫാക്ടറികളിലും വീട്ടുജോലിക്കായും അതുപോലെ ഷോപ്പിൽ സെയിൽസിനുമൊക്കെ നിൽക്കുന്നവരാണ് ഈ ബസ്സിലെ യാത്രക്കാരിൽ ഏറെ ഉള്ളവരും. കിട്ടുന്ന ശമ്പളം ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഒന്നിനും തികയാതെ വരുന്ന ആ വിഭാഗം സ്ത്രീകൾക്ക് വലിയൊരു ആശ്വാസമായാണ് ഈ പ്രിയദർശിനി സൗജന്യ ബസ് യാത്ര മാറിയിരിക്കുന്നത്. അത് ഏറ്റവും വലിയൊരു വിജയമായി ഈ 4 ദിവസം കൊണ്ട് തന്നെ മാറിയ സാഹചര്യത്തിൽ അതിനെ കൂടുതൽ പ്രയോജനകരമാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ 600 കോടി രൂപ വകയിരുത്തിയിരിക്കുന്നത്. ഇത് ചെറിയ കാര്യമല്ല. ഈ രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ പോലും ബലിയർപ്പിച്ച സ്ത്രീകളുടെ ഉന്നമനത്തിനും സമത്വത്തിനും വേണ്ടി ഈ ലോകത്തെ തന്നെ ശബ്ദമുയർത്തിയ ഇന്ദിരാ പ്രിയദർശിനിയുടെ പേരിൽ തുടങ്ങിയ ഈ വലിയ ഉദ്യമം വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ടു പോകാൻ ഉറച്ചു തന്നെയാണ് UDF സർക്കാർ മുന്നോട്ട് പോകുന്നത്. വി ഡി സതീശൻ സർക്കാരിൻ്റെ കിരീടത്തിൽ ഒരു പൊൻതൂവലായി ഈ പദ്ധതി മാറുകയാണ്. എന്നാൽ പ്രതിപക്ഷമായ CPM-ഉം BJP-യും ഇത്രയും നല്ലൊരു പദ്ധതിയെപ്പോലും അട്ടിമറിക്കാൻ നോക്കിയ സംഭവം കേരളം ചർച്ച ചെയ്യുകയാണ്, വെറുതെ വിടുന്നില്ല. മുടുന്തൻ ന്യായങ്ങൾ പറഞ്ഞ് തെരുവുകളിൽ ഈ സൗജന്യ യാത്രക്കെതിരെ സമരം നയിച്ച ഈ പ്രതിപക്ഷത്തിൻ്റെ കരച്ചിൽ ഇനി തെരുവുകളിൽ നിന്ന് വിട്ട് കഥകടച്ചിട്ട് ഉള്ളിൽ നിന്ന് വേണ്ടിവരും. അത്രയ്ക്കും ജനപിന്തുണയാണ് സർക്കാരിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും CPM വിചാരിച്ചിരുന്നത് തുടക്കത്തിൽ ഒരാവേശത്തിന് ഈ സൗജന്യ യാത്ര നൽകുകയും പിന്നീട് നഷ്ടത്തിലായ KSRTCയുടെ അവസ്ഥയ്ക്കനുസരിച്ച് പാതി വഴിക്ക് ഇത് വിട്ട് സർക്കാർ കൈകഴുകും എന്നുള്ളതായിരുന്നു. എന്നാൽ ഈ പദ്ധതി ഇപ്പോൾ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. എതിർക്കുന്നവരെ കൈകാര്യം ചെയ്യാൻ കേരളത്തിൻ്റെ പൊതുസമൂഹം തയ്യാറാകുന്നൊരു കാഴ്ച കണ്ടതോടെ ഇതിനെതിരെ പ്രതികരിക്കേണ്ടെന്നും സൗജന്യ യാത്രയെ കുറ്റം പറയേണ്ട എന്നുമുള്ള തീരുമാനത്തിലേക്ക് CPM എത്തിച്ചേർന്നിരിക്കുന്നു. പിണറായി വിജയൻ്റെ സർക്കാർ 10 വർഷം ഭരിച്ചിട്ടും ഇതിനെപ്പറ്റി ഒന്നും ചെയ്യാൻ കഴിയാതെ ഭരണം ഒഴിഞ്ഞു പോയത് മറ്റൊന്നും കൊണ്ടല്ല, കടം വാങ്ങിക്കുക, ദൂർത്തടിക്കുക എന്ന ഒരു സാമൂഹ്യദ്രോഹികളുടെ മാനസികാവസ്ഥയിലേക്ക് മാറിയതുകൊണ്ട് മാത്രമാണ്. അത് ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ കേസുകളെല്ലാം പുറത്തു വരുന്നത്. മുഖ്യമന്ത്രിയുടെ പേരിൽ വയനാട് ഫണ്ടിൽ ഉൾപ്പെടെ തിരിമറി നടത്തിയതും സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള നികുതി വെട്ടിച്ചതുമായ കേസ് വരുന്നുണ്ട്. മകൾക്കെതിരെ കേരളത്തിന് കിട്ടേണ്ടുന്ന യഥാർത്ഥ നികുതിക്ക് പകരം കള്ളപ്പണം വാങ്ങി വെളുപ്പിച്ചതിൻ്റെ കേസ് ഇന്നലെയും കൂടി നടന്നു. മകനാണെങ്കിൽ ലൈഫ് മിഷനിൽ പെട്ടുലയുകയാണ്. ഇനി സഖാക്കൾ പലതും ബാങ്ക് പണം മോഷ്ടിച്ചതിലും പ്രതികളായിട്ടുണ്ട്. അങ്ങനെ മുഴുവൻ തട്ടിപ്പ് സംഘങ്ങളായി മാറിയ ഒരു വിഭാഗം ആളുകൾ 10 വർഷം ഭരിച്ചിട്ടും കഴിയാത്ത കാര്യങ്ങൾ മാറി വന്ന ഒരു സർക്കാർ ചെയ്തതിനെ സത്യത്തിൽ 2 കൈയും നീട്ടി സ്വീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നതാണ് ഈ വെറും 4 ദിവസം കൊണ്ട് കണ്ടത്. അതിൻ്റെ സമ്മാനമാണ് ഈ 600 കോടി രൂപ കരുതി വച്ചത് എന്ന് പറയേണ്ടി വരും.